കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു ബാലികാ പീഡന കേസിൽ വർക്കല അതിവേഗ കോടതി നിർണായകമായ വിധി പ്രഖ്യാപിച്ചു. വിവാഹ വാഗ്ദാനം നൽകി 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ നഗരൂർ സ്വദേശിയായ അനീഷിനെയാണ് കോടതി 40 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ സന്ദേശം നൽകുന്നതാണ് കോടതിയുടെ ഈ നടപടി. 2015 ആയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രതിയുടെ അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വഹിച്ച പങ്ക് ശ്രദ്ധേയമായി. ഈ വിധി അതിജീവിതയ്ക്ക് ആശ്വാസം നൽകുന്നതിനോടൊപ്പം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. കേസിലെ പ്രതിയായ അനീഷ് അതിജീവിതയുടെ വീട്ടിൽ കരാർ പണിക്കായി എത്തിയതായിരുന്നു. ഇവിടെ വെച്ചാണ് താൻ വിവാഹിതനാണെന്ന വസ്തുത മറച്ചുവെച്ച് ഇയാൾ പെൺകുട്ടിയുമായി അടുക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കാൻ പ്രതി ശ്രമിച്ചു. പ്രതിയുടെ താല്പര്യങ്ങൾ ഒരു സാധാരണ പ്രണയമായി പെൺകുട്ടി തെറ്റിദ്ധരിച്ചു. തുടർന്ന് അനീഷ് പെൺകുട്ടിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അവളെ തന്റെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാനായി പ്രതി മെനഞ്ഞെടുത്ത തന്ത്രം ഞെട്ടിക്കുന്നതായിരുന്നു. വിവാഹം കഴിച്ചതായി പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാനായി അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടുകയും ചെയ്തു. ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയതോടെ അനീഷ് തന്റെ ഭർത്താവാണെന്ന് പെൺകുട്ടി പൂർണ്ണമായും വിശ്വസിച്ചു. ഈ വിശ്വാസം മുതലെടുത്താണ് പ്രതി അവളെ വാടക വീട്ടിൽ എത്തിച്ച് പീഡനത്തിന് ഇരയാക്കിയത്. ആ ദിവസങ്ങളിൽ പെൺകുട്ടി അനുഭവിച്ച മാനസികാഘാതം ചെറുതായിരുന്നില്ല. എന്നാൽ പിന്നീട് വീണ്ടും ശാരീരിക ബന്ധത്തിന് പ്രതി നിർബന്ധിച്ചപ്പോൾ പെൺകുട്ടി വഴങ്ങിയില്ല. എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ പ്രതിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. വഴങ്ങാതിരുന്ന പെൺകുട്ടിയുടെ മുഖത്ത് അടിച്ചുകൊണ്ട് ഇയാൾ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. ഈ സംഭവം പെൺകുട്ടിക്ക് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കി. പ്രതി വിവാഹിതനാണെന്ന സത്യം പെൺകുട്ടി അറിയുന്നത് തീർത്തും അപ്രതീക്ഷിതമായാണ്. അനീഷിന്റെ ആദ്യ ഭാര്യയും കുട്ടികളും പ്രതിയെ അന്വേഷിച്ച് വാടക വീട്ടിൽ എത്തുകയായിരുന്നു. ഇതോടെ താലികെട്ട ഒരു നാടകം മാത്രമായിരുന്നു എന്നും അനീഷ് തന്നെ വഞ്ചിക്കുകയാണെന്നുവെന്നും പെൺകുട്ടി മനസ്സിലാക്കി. വഞ്ചിക്കപ്പെട്ടതിലും പീഡനത്തിനിരയായതിലും മനംനൊന്ത് പെൺകുട്ടി ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയായ അനീഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസിന്റെ അന്വേഷണവും തുടർ നടപടികളും വേഗത്തിലാക്കി. വർക്കല അതിവേഗ കോടതിയിൽ നടന്ന വിചാരണയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ഹേമചന്ദ്രൻ നായരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. കേസിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ശക്തമായ തെളിവുകളും വാദങ്ങളും പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതിൽ നിർണായകമായി. പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിനും ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 323 വകുപ്പ് പ്രകാരവുമാണ് പ്രതിയെ ശിക്ഷിച്ചത്. കോടതിയുടെ വിധി പ്രകാരം വിവിധ വകുപ്പുകളായി 40 വർഷം കഠിന തടവ് അനീഷിന് അനുഭവിക്കേണ്ടി വരും. ഇതോടൊപ്പം പ്രതി 1 ലക്ഷം രൂപ പിഴയായി അടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. പിഴ അടയ്ക്കുന്ന പക്ഷം ഈ തുക മുഴുവനായും അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നും വർക്കല അതിവേഗ കോടതി ജഡ്ജി SR സിനി ഉത്തരവിട്ടു. അതിജീവിതയ്ക്ക് നിയമപരമായി ലഭിക്കേണ്ട നീതി ഉറപ്പാക്കാൻ ഈ ശിക്ഷാവിധി സഹായിക്കുമെന്നാണ് നിയമവൃത്തങ്ങളുടെ വിലയിരുത്തൽ. ഈ വിധി ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാവുന്നവർക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്ക് ഈ വിധി ഒരു പാഠമാകുമെന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നു.